ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഗായ്സ്, വേറൊന്നുമല്ല, നമ്മുടെ ബോയയുടെ മൈക്ക് ഇപ്പോഴത്തെ മിക്ക ഫോണുകളിലും സപ്പോർട്ടല്ല ഗായ്സ്. സൗണ്ട് ക്വാളിറ്റി ഒട്ടും കിട്ടുന്നില്ല ഗായ്സ് ഇപ്പം ബോയയുടെ മൈക്ക് ഇപ്പോഴത്തെ ഫോണുകളിൽ യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു ബോയയുടെ മൈക്ക് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക മൊബൈൽ ഫോണുകളിലും സപ്പോർട്ടഡ് അല്ല. ഞാൻ പല ഫോണുകളിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പം എൻ്റെ ഫോണിൽ തന്നെ സപ്പോർട്ടഡ് അല്ലായിരുന്നു ഗായ്സ്. എൻ്റെ ഫോൺ റിയൽമി X2 ആണ് ഗായ്സ്. അപ്പം ഈ ബോയയുടെ മൈക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ ബോയയുടെ മൈക്ക് ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യാത്ത കാരണം നമ്മുടെ ഫോണുകളുടെ സ്റ്റോക്ക് ക്യാമറയാണ്. അതായത് നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആപ്ലിക്കേഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു ബോയയുടെ മൈക്ക് സപ്പോർട്ട് ആകാത്തത്. അപ്പം ഈ ഒരു പ്രശ്നം എൻ്റെ ഇടയ്ക്ക് പല ആൾക്കാരും പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം ഓപ്പൺ ക്യാമറ എന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ്, ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ സോഴ്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മോഡ് മാറിക്കോളും. ഇപ്പം നമ്മൾ ഫോണിൻ്റെ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ മോഡ് മാറിക്കോളും. ഇനി അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്കിൻ്റെ ഓപ്ഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് മാറിക്കോളും. ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ കുറച്ച് കാലത്ത് മുമ്പ് അനുഭവിച്ചിട്ടുള്ളതാണ്. പലരും എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു വീഡിയോക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന്. അപ്പം ഞാനിപ്പം സ്റ്റോക്ക് ക്യാമറയിൽ, അതായത് നമ്മുടെ ഫോണിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്യാമറയ്ക്കകത്ത് ഇപ്പം ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എന്തോ ആണെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം മൊബൈലിലെ സ്റ്റോക്ക് ക്യാമറ വഴിയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഡിസ്റ്റർബൻസും വലിയ വോളിയവും ഇല്ല. ആ ഒരു രീതിയിലാണ് നമുക്കിപ്പം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഓപ്പൺ ക്യാമറയിലാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാൻ നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ബോയയുടെ മൈക്ക് സപ്പോർട്ട് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കേട്ട ആ സ്റ്റോക്ക് ക്യാമറ, അതായത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ വഴി കേൾപ്പിച്ചപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല, ഒരു ബെറ്റർ ക്വാളിറ്റി ഇല്ല, മൊത്തം ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കാരണം നമ്മുടെ ബോയയുടെ മൈക്ക് നമ്മുടെ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുവാണെങ്കിൽ നൈസായിട്ട് ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങ് യൂസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എത്തിയത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും